ഇപ്പോൾ വന്ന എക്സിറ്റ് പോളുകളെയൊക്കെ നമ്മൾ ആകത്തുകയിൽ വിലയിരുത്തുമ്പോൾ എന്തും സംഭവിക്കാനൊരു സാധ്യത ഇപ്പോഴും അതിൽ നിലനിൽക്കുന്നുണ്ട് എന്നൊരു സംശയം കൂടിയുണ്ട്. ഇതാ നോക്കൂ, പീപ്പിൾസ് ഇൻസൈറ്റിന്റെ സർവേ പ്രകാരം UDF 66 to 76 വരെയാണ് പറയുന്നത്. LDF 58 to 68. അപ്പോൾ നമ്മളിത് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ UDF അനുകൂലമെന്ന് തോന്നാം. പക്ഷേ 66 മുതലാണ് സാധ്യത. അപ്പോൾ അങ്ങനെ അത് ശരിയാക്കുകയാണെങ്കിൽ UDF 66-ഉം LDF 68 വരെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇതെങ്ങനെ റിസൾട്ടിൽ പ്രതിഫലിക്കുമെന്നൊരു സംശയം. എൻഡിക്ക് പക്ഷെ അത് 10 to 14 വരെ പറയുന്നു. അപ്പൊ ശരിയായല്ലോ. അതല്ല ഞാൻ പറഞ്ഞത് നമ്മൾ ഈ ഡേറ്റ എടുക്കുമ്പോൾ 66 to 76 എന്ന് പറയുമ്പോൾ ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു ഫിഗറോ 66-ഓ 76-ഓ ആകാമല്ലോ. ആ സാധ്യതയുണ്ടല്ലോ. ഇപ്പൊ ഈ പറയുന്ന ഇതുപോലെ ഒരുപാട് ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാവും. 2021 വളരെ ശക്തമായ മത്സരം നടന്ന തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ അവിടെ UDF സ്ഥാനാർത്ഥി ദീപക് ജോയ്ക്ക് നേരിയ മുൻതൂക്കമുണ്ടെന്നാണ് സി വോട്ടറിന്റെ സർവേ പറയുന്നത്. വൈപ്പിൻ MLA ആയിരുന്ന KN ഉണ്ണികൃഷ്ണനെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിപ്പിച്ചതാണ് അഞ്ജലി നായരാണ് 2020 വേണ്ടി NDA സ്ഥാനാർത്ഥിയായി അവിടെ BJP വോട്ടുകൾ എങ്ങോട്ട് പോകും തന്നെ നിർദ്ദേശിച്ച നേരത്തെ അവിടെ MLA തുടർച്ചയായി തൃപ്പൂണിത്തുറയെ പ്രതിനിധീകരിച്ചിരുന്ന K ബാബു, അദ്ദേഹം ഇത്തവണ മത്സരരംഗത്ത് നിന്ന് മാറി നിന്നു. K ബാബു തന്നെ നിർദ്ദേശിച്ച ദീപക് ജോയി കൊച്ചി നഗരസഭയുടെ ഉപാധ്യക്ഷനായ ദീപക് ജോയിക്ക് തൃപ്പൂണിത്തുറയിൽ നേരിയ സാധ്യത കൽപ്പിക്കുകയാണ് ഇപ്പോൾ സി വോട്ടർ. എന്ന് പറഞ്ഞാൽ മധ്യ കേരളം അല്ലെങ്കിൽ തെക്കൻ കേരളം വടക്കൻ കേരളം വ്യത്യാസമില്ലാതെ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും UDF അതിന്റെ പരമ്പരാഗത കോട്ടകൾ, അതിന്റെ സിറ്റിംഗ് സീറ്റുകൾ അത് കാത്തു സൂക്ഷിക്കുന്നത് മാത്രമല്ല LDF-ന്റെ മേഖലകളിലേക്ക് അതിശക്തമായി കടന്നു വരുന്നത് അത്ഭുതമില്ല. കാരണം എന്താണ്, കഴിഞ്ഞ തവണത്തെ ആകെ 22 സീറ്റ് മാത്രം ജയിച്ച UDF-ന് അല്ലെ കോൺഗ്രസിന് അതിൽ നഷ്ടപ്പെടാനൊന്നുമില്ല, നേടാൻ മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായും അത് അങ്ങനെ തന്നെ സംഭവിക്കും. പക്ഷേ അത് കോൺഗ്രസ് വിചാരിച്ചതിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ കനകോലുവിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി മുൻതൂക്കത്തിലേക്ക് പോകുന്നു. സി വോട്ടർ സർവേ ശരിയാണെങ്കിൽ UDF എന്തായാലും ഒട്ടുമിക്ക എല്ലാ പ്രധാനപ്പെട്ട സർവേ ഏജൻസികളെയും സർവേ ഫലങ്ങൾ പുറത്തേക്ക് വരുന്നത്. പ്രധാനപ്പെട്ട സർവേ നമ്മൾ കഴിഞ്ഞ 2021 മൊത്തം എല്ലാം കൂടി ചെറിയതും എല്ലാം കൂടി എടുത്തു മൊത്തം 52 സർവേകൾ ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ പ്രധാനപ്പെട്ടത് 11 മാത്രമേ എടുത്തിട്ടുള്ളൂ. ആ 11-ൽ പെട്ടതാണ് ഈ പറയുന്നതൊക്കെ. ബാക്കിയുള്ളതൊക്കെ ചെറിയ ചെറിയ സർവേകളൊക്കെ ഉണ്ടാകും. അതങ്ങനെ മുഖവിലക്കെടുക്കാത്ത കണക്കിലെടുക്കാത്ത സർവേകളാണ്. പക്ഷേ അതും ഇതുപോലെ ഒന്നും പറയാൻ കഴിയില്ല. 4-ാം തീയതി അൾട്ടിമേറ്റ് ആയിട്ട് 4-ാം തീയതി ജനം പറയണം എന്ത് എക്സിറ്റ് പോൾ ആണ്. പ്രധാനപ്പെട്ട സർവേകളിലൊക്കെയും ആർക്കും ഒരു സർവേ നടത്തിയ ഏജൻസികൾക്കും അല്ലെങ്കിൽ എക്സിറ്റ് പോൾ നടത്തിയ ഏജൻസികൾക്കും സംശയമില്ലാതെ UDF-ന്റെ മേൽക്കൈ മുൻതൂക്കം അവർ പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ ഒരു മേധാവിത്വം എന്ന് പറയാൻ, ഒരു തരംഗം, വേവ്, ട്രെൻഡ് എന്നൊന്നും പറയാൻ കഴിയില്ലെങ്കിൽ കൂടിയും UDF അധികാരത്തിലേക്ക് എന്ന പ്രവണത, എന്ന സൂചന ഈ പറയുന്ന സർവേകൾ കൃത്യമായി നൽകുന്നുണ്ട്. അതിൽ തർക്കം വേണ്ട. എനിക്ക് തോന്നുന്നു ഹാഷ്മി, ഈ തൃപ്പൂണിത്തുറയിൽ തന്നെ ശക്തമായ മത്സരം നടന്ന ആ തൃപ്പൂണിത്തുറയിൽ തന്നെ നേരിയ മുൻതൂക്കം മാത്രമാണ് UDF സ്ഥാനാർത്ഥി K ബാബു. അദ്ദേഹം വർഷങ്ങളായി വിജയിച്ചുകൊണ്ടിരുന്നതും 2016-ൽ എം സ്വരാജിനോട് അവിടെ തോൽക്കേണ്ടി വന്നു K ബാബുവിന്. പക്ഷേ 2021-ൽ K ബാബു തന്നെ ആ മണ്ഡലം പിടിച്ചെടുത്തു. ഇപ്പോൾ ആ തൃപ്പൂണിത്തുറയുടെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ ആ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി തന്നെ സ്വരാജിനെ നിർത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നവരും പ്രതീക്ഷിച്ചിരുന്നവരുമായ ഒരുപാട് CPIM പ്രവർത്തകരും നേതാക്കളും ഒക്കെ അവിടെയുണ്ട്. മാത്രമല്ല തൃപ്പൂണിത്തുറയെ സംബന്ധിച്ച് അവിടെ BJP ആ നഗരസഭയുടെ ഭരണം പിടിച്ചെടുത്ത സമയം കൂടിയായിരുന്നു. പക്ഷെ അവിടെ BJPക്കല്ല, അവർ BJPയുടെ സംസ്ഥാന ഘടകം NDA എന്ന നിലയിൽ അവിടെ 2020-ക്ക് ആ സീറ്റ് നൽകുകയും BJPയെ സംബന്ധിച്ച് BJP പ്രവർത്തകരെ, ആ മണ്ഡലത്തിലെ BJP പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ നിരാശയായിരുന്നു 2020 സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിപ്പിച്ചു എന്നത്. താമര അടയാളത്തിലല്ല, ചക്ക അടയാളത്തിൽ വോട്ട് കൊടുത്തില്ല. ഞാൻ അഞ്ജലി നായർ നമ്മൾ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതല്ല. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി മത്സരിപ്പിക്കേണ്ട, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ മണ്ഡലത്തിൽ മത്സരിപ്പിക്കേണ്ട സ്ഥാനാർത്ഥിയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അക്കാര്യത്തിൽ വ്യത്യസ്ത നിലപാട് എനിക്ക് അക്കാര്യത്തിലുണ്ട്. 2020 കിട്ടേണ്ട, ഞാൻ പറഞ്ഞ ഒരു രാഷ്ട്രീയ മണ്ഡലത്തിൽ കിട്ടിയ സീറ്റ് അത് ബോധപൂർവ്വം ഉപയോഗിക്കാൻ 2020 തയ്യാറായില്ലെന്ന് മാത്രമല്ല, പലരും വിമർശിക്കുമ്പോൾ അത് കുഞ്ഞുങ്ങളെയോ നാമനിർദ്ദേശ പത്രികയുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു. അതല്ല, ഈ തൃപ്പൂണിത്തുറയിൽ തന്നെ അഞ്ജലി നായർ എന്ന് വന്നില്ല, അഞ്ജലി ആണ് അതിനകത്ത് വന്നിട്ടുള്ളത്. അത് നായർ എന്ന് അതിൽ ഇവിടെ വരുന്നത് കുന്നത്തുനാട് VP സജീന്ദ്രന്റെ UDF സി വോട്ടർ സർവേ പ്രകാരം കുന്നത്തുനാട് VP സജീന്ദ്രൻ ജയസാധ്യത എന്നാണ് പറയുന്നത്. അപ്പോ അവിടെ ഒരു സീറ്റ് കൂടി, ആ മേഖലയിൽ നിന്നുള്ള ഒരു LDF-ന്റെ പക്കൽ ഒരു സീറ്റ് കൂടി VP സജീന്ദ്രൻ. മാത്രമല്ല 2020 വലിയ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന സീറ്റാണ് കുന്നത്തുനാട്. അവിടെ 2020 അതിന്റെ ചെയർമാനായിട്ടുള്ള, അതിന്റെ നേതാവായിട്ടുള്ള നമ്മുടെ കിറ്റക്സിന്റെ ഉടമ സാബു എം ജേക്കബിന്റെ തട്ടകം കൂടിയാണ് കുന്നത്തുനാട്. കിറ്റക്സിന്റെ തട്ടകമാണ്. അതുകൊണ്ട് ആ മണ്ഡലത്തിലാണ് ഇപ്പോൾ
UDF സ്ഥാനാർത്ഥി VP സജീന്ദ്രൻ. നേരത്തെ 2016 ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചതാണ് സജീന്ദ്രൻ തന്നെ അവിടെ ജയിക്കുമെന്നാണ് സി വോട്ടർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ 2020-യുടെ കീഴോട്ടിറക്കം തുടങ്ങിയതാണ്. അപ്പൊ അന്ന് സാബു ജേക്കബ് പറഞ്ഞത് LDF-ഉം UDF-ഉം കൂടെ തങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, അതിന്റെ ഭാഗമായി തദ്ദേശത്തിലെ വലിയ തിരിച്ചടി എന്ന് സാബു ജേക്കബ് പറഞ്ഞതാണ്. പക്ഷേ അത് കഴിഞ്ഞ് നിയമസഭയിലേക്ക് വരുമ്പോൾ അവർ ഒരു മുന്നണിയുടെ ഭാഗമാകുന്നു. മുന്നണിയുടെ ഭാഗമാകുമ്പോഴേക്കും 2020-യുടെ പ്രസക്തി എന്താണ് എന്ന മാറ്റുരയ്ക്കൽ കൂടിയായിരുന്നു തെരഞ്ഞെടുപ്പ്. അവർക്ക് ആ മുന്നിലേക്ക് വരുമ്പോൾ ഒരു നഷ്ടം ഉണ്ടായില്ലെന്ന് മാത്രമല്ല വലിയ നേട്ടം ഉണ്ടായി. എന്ന് പറഞ്ഞാൽ BJP-യുടെ കോർ വോട്ടുള്ള അതിശക്തമായ കേഡർ വോട്ടുള്ള ഒന്നല്ല പല മണ്ഡലങ്ങൾ, തൃപ്പൂണിത്തുറ മാത്രമല്ല പല പ്രധാനപ്പെട്ട NDA-യുടെ മണ്ഡലങ്ങൾ അവർ കിട്ടി. പക്ഷേ അതൊന്നും ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ഈ ഹാഷ്മി, കേരളം കാത്തിരുന്ന മത്സരഫലം എന്തായിരിക്കുമെന്ന് കേരളം ഇപ്പോഴും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മണ്ഡലമാണ് കളമശ്ശേരി. കളമശ്ശേരിയിൽ P. രാജീവ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മന്ത്രി P. രാജീവ് മത്സരിച്ച ആ മണ്ഡലത്തിൽ അബ്ദുൽ ഗഫൂർ ആണ് അവിടെ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ആ മണ്ഡലത്തിൽ പക്ഷേ ഇപ്പോഴും സി വോട്ടറിനെ സംബന്ധിച്ച് പ്രവചനാതീതമാണ് ആ മണ്ഡലത്തിലെ കാര്യം. ബലാബലം, രണ്ട് മുന്നണികളും ബലാബലം എന്ന നിലയിലാണ് അവിടുത്തെ സി വോട്ടർ കളമശ്ശേരിയിലെ കാര്യത്തിൽ. തെരഞ്ഞെടുപ്പ് ഫലത്തിൽ അങ്ങനെ ചില കൗതുകങ്ങൾ കൂടി ഉണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ തവണ 2021 മന്ത്രിമാരായിരുന്നതിൽ ആകെ പരാജയപ്പെടുന്നത് മേഴ്സിക്കുട്ടിയമ്മ മാത്രമാണ്, കുണ്ടറയിൽ മാത്രമാണ്. പക്ഷെ നോക്കൂ, ഇപ്പോൾ ഈ എക്സിറ്റ് പോളുകളിൽ തന്നെ തൃത്താലയടക്കം കളമശ്ശേരിയിൽ ടൈറ്റ് ഫൈറ്റ് പറയുന്നുണ്ട്. പിന്നീട് അതെ, നേരത്തെ മന്ത്രിയായിരുന്നതാണ്. ഞാൻ ഈ മന്ത്രിസഭയിൽ മാത്രം പറയുകയാണെങ്കിൽ ഇത് ആരൊക്കെയാണ് നോക്കൂ, ഇപ്പോൾ MP രാജേഷ്, P. രാജീവിനെ പോലുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പ്രതിപക്ഷത്താണെങ്കിൽ നേതൃസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ യോഗ്യതയുള്ള ആളുകളാണ്. അടുത്ത തലമുറയാണ്. അപ്പോൾ അവർ പോലും തോൽക്കുന്നു. ഇവിടെ സംഭവിച്ചത് കഴിഞ്ഞ തവണ അബ്ദുൽ ഗഫൂർ സ്ഥാനാർത്ഥിയെ വരുമ്പോൾ ലീഗിനകത്ത് തന്നെ അവിടെ കൊടിയ കലാപം ഉണ്ടായിരുന്നു. കാര്യം ഈ പ്രതി ഇബ്രാഹിം കുഞ്ഞിന്റെ മകനെ മക്കൾ വാശി എന്നൊക്കെ വലിയ പ്രശ്നം കൂടെ ഉണ്ടായി. ഇക്കുറി ആ പ്രശ്നം ലീഗിനകത്ത് പൂർണ്ണമായി പരിഹരിച്ചു എന്ന് മാത്രമല്ല UDF ഒറ്റക്കെട്ടായി അവിടെ വർക്കിനിറങ്ങി. മാത്രമല്ല ഇബ്രാഹിം കുഞ്ഞ് മരിച്ചതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ് എന്നുകൂടിയുണ്ട്. മാത്രമല്ല P. രാജീവിനെതിരെ പാർട്ടിക്കകത്ത് തന്നെ ചില പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അത് മേഖലയാണ്, ലീഗിന് വോട്ടുള്ള മണ്ഡലമാണ്, ഈ പറഞ്ഞ ന്യൂനപക്ഷ വോട്ടുള്ള മണ്ഡലമാണ്. കൺസോൾട്ടേഷൻ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഉള്ള മണ്ഡലമാണ്. പക്ഷെ എന്ന് പറഞ്ഞാൽ പോലും P. രാജീവ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിയാണ്. ഇവിടെ വലിയ വ്യാവസായിക മുന്നേറ്റം ഉണ്ടാക്കിയ മന്ത്രി, ജനകീയനാണ്, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞ UDF മണ്ഡലത്തിൽ രാജീവ് ജയിച്ചാണല്ലോ, ഇവിടെ ജയിച്ചു കയറിയ മണ്ഡലമാണല്ലോ. പിടിച്ചെടുത്ത മണ്ഡലത്തിൽ വീണ്ടും അത് സംഭവിക്കുന്നുണ്ട് എങ്കിൽ അവിടെ എന്തോ ഉണ്ടാകുന്നുണ്ട്. മാത്രം എനിക്ക് തോന്നുന്നു 2011 സമാനമായ ഒരു ഇലക്ഷൻ റിസൾട്ടിലേക്ക് 2026 പോകുന്നു എന്നുള്ളതാണ് ഈ കണക്കുകൾ, ഈ എക്സിറ്റ് പോളുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഏറെക്കുറെ 2011 ഇതേ നിലയിലുള്ള എക്സിറ്റ് പോളുകൾ അന്ന് വന്നിരുന്നു. എറണാകുളം ജില്ലയിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.